അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു കടായിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കപ്പ് അളവിലാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം എടുക്കുക. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം അളന്നിട്ടെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയെക്കാളും ഇത് റിഫൈൻഡ് ഓയിൽ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. 2 ടീസ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് 2 ടീസ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ റവ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവും നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്കാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയിലാണ് ഇത് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുത്ത് അതേ ഗ്ലാസിന്റെ അളവിൽ തന്നെ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുക. രണ്ടാമത്തെ കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം നമ്മൾ മാവ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തും പൊടി എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ഒക്കെ മാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി മാവ് നന്നായിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം കൈകൊണ്ട്. നല്ലോണം കുഴച്ച് നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് കറക്റ്റ് പാകത്തിനുള്ള വെള്ളമാണ്. അപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുള പിടിക്കുന്ന പോലെ ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ തടവിയിട്ട് ചപ്പാത്തിക്ക് ഉരുള പിടിക്കുന്ന പോലെ ഉരുട്ടിയെടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയ ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകൾ ഇതുപോലെ ഗോതമ്പ് പൊടിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുകയും വേണം. ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കാം. ഇപ്പോൾ അതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കുക. ഇതുപോലത്തെ ബൗൾ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഒറ്റ സ്റ്റെപ്പിൽ പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു പാടുമില്ലാതെ നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവ് ഉരുട്ടിയെടുത്ത് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ടെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ പൂരിക്കൊക്കെ പരത്തി എടുക്കുന്നത് പോലെ ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള മാവ്, അപ്പോൾ ഇത് ബാക്കി വന്നിട്ടുള്ള നമ്മൾ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള മാവാണ്. ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ പരത്തി എടുക്കുന്നത് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത മാവ് പൊടിമാവിലിട്ട് ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. നേരത്തെ പരത്തിയെടുത്തതുപോലെ അങ്ങ് പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ അതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. പരത്തിയെടുത്ത മാവിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് വേസ്റ്റായി പോവില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. എല്ലാ വശവും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ വശം അതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ റൗണ്ടായിട്ടല്ലേ നമ്മൾ പൂരി കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ മാവൊന്നും വേസ്റ്റായി പോവുകയില്ല. അന്നേരം നമുക്ക് വെറൈറ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും.
അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കി വന്ന മാവ് പരത്തിയെടുത്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പരത്തിയെടുത്ത് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കാം. ഓരോ കുഴികളിലും വെച്ച് കൊടുക്കാം. നമ്മൾ ഈ കുഴിയുടെ കണക്കാക്കി വേണം റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇനി അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. തട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷമാണ് നമ്മൾ പരത്തിയെടുത്ത മാവ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നല്ലതുപോലെ ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മാത്രമേ ആവിയേറ്റി വേവിച്ചെടുക്കാൻ പാടുള്ളൂ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആവിയേറ്റാൻ വെച്ചിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. 3 മിനിറ്റ് കൂടുതൽ വെച്ചിരിക്കരുത്. ഒരു 3 മിനിറ്റ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഹാഫ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ചൂടാണ്. ഇത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. അടുത്തത് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതും ഇതുപോലെ നമുക്കൊന്ന് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പം മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതും ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് ഇതിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റാം. ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഹാഫ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയിട്ട് വേണം ഇത് സിപ്ലോ കവറിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമുക്ക് ഇത് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. വിശുദ്ധരെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പൂരിയുടെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ ഇങ്ങനെ ബാക്കി വന്ന മാവ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ട് ബാക്കിയുള്ളത് സിപ്ലോ കവറിലാക്കി വെക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് സിപ്ലോ കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിപ്ലോ കവറിൽ അല്ലാന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബോക്സിലാക്കി വെക്കുക ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിൽ നിന്നും ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ തിരിച്ചു വെക്കാവുന്നതാണ്. നമ്മൾ മാവ് പുറത്തെടുത്ത് വെച്ച് ഒരു 5 മിനിറ്റ് അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2-3 ഒരുമിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ കുട്ടി കുട്ടി പൂരിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എല്ലാം ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ 4 നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരു പ്രയാസമില്ല. അപ്പോൾ പെട്ടെന്ന് സ്കൂൾ ടൈമിലോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ ഈസി ആയിട്ട് നമുക്ക് പൂരിയും ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ മാവ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. 2 വശവും ഇതുപോലെ ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് കുട്ടി കുട്ടി പൂരീസാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാവും. അടുത്തത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. 3 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ തന്നെ ഇതാ വീർത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ പൂരി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നല്ലോണം ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഉള്ളൊക്കെ നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം പൂരി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്